മലയാളത്തിലെ പ്രമുഖ ചാനലുകളിൽ നിന്നും പ്രമുഖ പത്രപ്രവർത്തകരെ അടർത്തിയെടുത്തൊരു പുതിയ ചാനൽ വരികയാണ് ബിഗ് ടി വി. ആ ബിഗ് ടി വിയുടെ അമരത്ത് വരുന്നത് ശ്രീ അനിൽ അരൂരാണ്. അദ്ദേഹം നേരത്തെ ഫ്ലവേഴ്സ് ചാനൽ, അതേപോലെ 24 ചാനൽ, അതേപോലെ മഴവിൽ മനോരമ, മനോരമ ചാനൽ, ഏഷ്യാനെറ്റ് പ്ലസ്, അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി CTV വരെ പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ പുതിയ ചാനലുമായി രംഗത്ത് വരുന്നത്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ചാനലിൻ്റെ കേരളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീ അനിൽ അരൂർ. നമസ്കാരം. നമസ്കാരം. അതായത് കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ചാനൽ വരുന്നു. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് താങ്കൾ എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. സത്യത്തിൽ താങ്കൾ ആരാണ്? ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് മീഡിയ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബോംബെയില് അവിടെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ അതുവഴി ഏഷ്യാനെറ്റിൽ, രാജീവിലെത്തി, ഏഷ്യാനെറ്റിലെത്തി, ഏഷ്യാനെറ്റ് പ്ലസ് തുടങ്ങി. പിന്നെ കുറച്ചു കാലം ജീവൻ TVയിലുണ്ടായിരുന്നു. അതിനുശേഷം മഴവിൽ മനോരമയിൽ വന്നു. പിന്നെ ഫ്ലവേഴ്സ് തുടങ്ങി, 24, റിപ്പോർട്ടർ, ഇപ്പൊ ബിഗ് TV. ഇതാണ് എൻ്റെ ഒരു യാത്ര. വീട് പത്തനംതിട്ട അയിരൂരാണ് സ്ഥലം. അയിരൂർ, റാന്നിക്ക് അടുത്തുള്ള സ്ഥലം അയിരൂരാണ്. പഠിച്ചതും വളർന്നതും അവിടെ തന്നെ? ആഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷനിൽ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എടുത്തു. അതിനുശേഷം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു. കുടുംബം? ഭാര്യ ദേവി T വിജയൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ്, ASP ആണ് കൊച്ചിയില്. 2 മക്കള്, രേവതി ഇപ്പം BDSN കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നു. ഇളയാള് ലക്ഷ്മി മാനേജ്മെന്റ് കോഴ്സ് സെന്റ് സേവിയേഴ്സ് ബോംബെയിൽ പഠിക്കുന്നു. അതായത് താങ്കൾ ബിഗ് TVയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പല ചാനലുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്, പല അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് എന്നുള്ള പ്രചരണമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം 24 ചാനലിൽ അവരുടെ ഫ്ലവേഴ്സ് TVയുടെ നേതൃത്വം താങ്കൾക്കായിരുന്നു. 625ഓളം തൊഴിലാളി, അവിടെയുള്ള ആളുകളെല്ലാം കൂട്ടിയുണർത്തി വർക്ക് ചെയ്ത ഒരാളായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിവരം പുറത്ത്. എന്താണ് അത് അവിടെ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഈ ഫീൽഡിൽ ഞാൻ ഉള്ളതുകൊണ്ട് ആ ഫീൽഡിലെ എല്ലാ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും ലോകത്ത് നടക്കുന്നതുമായ ഡെവലപ്മെന്റ്സ് ഫോളോ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് അത്യാവശ്യം റിസർച്ച് ചെയ്യാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ശ്രീകണ്ഠ സാറിനൊപ്പം ഫ്ലവേഴ്സ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സാറിൻ്റെ അടുത്ത് ഇതൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സാർ സ്വാതന്ത്ര്യം തന്നിരുന്നു. ആ സ്വാതന്ത്ര്യത്തിലാണ് ഒരു കാഴ്ചപ്പാടിൽ 24 ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് 24 ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയത്. പൊതുവെ ന്യൂസ് ഫീൽഡ് ഞാൻ പണ്ട് കാലം മുതലേ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ടേണിനൊപ്പം തന്നെ. അപ്പൊ എനിക്കതൊരു അപരിചിതമായ ഒരു മേഖലയല്ലായിരുന്നു. അവിടെ നിന്ന് പിന്നെ റിപ്പോർട്ടറിലേക്ക് പോകാൻ കാരണം എന്താണ്? റിപ്പോർട്ടറില് സാറിനൊപ്പം ഏകദേശം 25 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സ്വാഭാവികമായിട്ടും മനുഷ്യരുണ്ടാകുന്ന ചെറിയ തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു. അപ്പോ മാറണം തോന്നി മാറി. ആ സമയത്ത് റിപ്പോർട്ടർ റിവാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫർ വന്നു. ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ റിപ്പോർട്ടറിലേക്ക് വീണ്ടും ഒരു അടുത്ത ലെവലിലേക്ക് ഒരു ചാനൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലൊക്കെ കിടന്നു. പിന്നെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് ഒക്കെ ഡെഫിനറ്റ്ലി അവരുടെയൊക്കെ ഒരു വലിയ കോൺട്രിബ്യൂഷനാണ്, എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല ഉള്ളത്. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. അവിടെ ആ ചാനലിനെ കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ നമ്പർ 1 ചാനലിൻ്റെ അടുത്ത് വരെ എത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് താങ്കൾ നേടിയെടുത്തത്? ഒന്ന്, നമ്മൾക്ക് ആ കണ്ടന്റ് ടീമിന് ആവശ്യമുള്ള കണ്ടന്റ് ടീമിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ശ്രീ നികേഷ് കുമാർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം ഉണ്ണി ബാലകൃഷ്ണൻ, ഡോക്ടർ അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാട്ട്, സുജയ, ഇവരടങ്ങുന്ന നല്ലൊരു ടീമായിരുന്നു, ഒരു കോർ ടീമായിരുന്നു, ഒരു എഡിറ്റോറിയൽ ടീമായിരുന്നു. അതിനോടൊപ്പം തന്നെ വന്ന സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് ആയിരുന്നു, യങ്സ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ടെക്നോളജി, നമുക്ക് നല്ല ടെക്നോളജി കൊണ്ടുവരാൻ പറ്റി.
അതിനോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാ സ്ഥലത്തും നന്നായി നമുക്ക് ചെയ്യാൻ പറ്റി. ശ്രീ ആൻഡ്രോ അഗസ്റ്റിനകത്ത് ആ ഫിനാൻഷ്യൽ ബാക്കിങ്ങും വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാ കോമ്പിനേഷനും ഒത്തു വന്ന ഒരു നെറ്റ്വർക്ക് ആയിരുന്നു. അതുപോലെ ആ തുടക്കകാലത്ത് അതിന്റെ കാഴ്ചപ്പാടും വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടും തന്നെ ആ കാലഘട്ടത്തിൽ വന്ന ഒരു നല്ല നെറ്റ്വർക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. നന്നായി എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്യാനും പറ്റി, പെർഫോം ചെയ്യാനും പറ്റി. അതായിരിക്കും ഒരുപക്ഷെ അതിൽ വന്നത്. രണ്ടാമത് നമ്മൾ ന്യൂസിലെടുത്ത ആറ്റിറ്റ്യൂഡാണ് ന്യൂസ് കൈകാര്യം ചെയ്യുന്നതിൽ. ഹ്യൂമാനിറ്റേറിയൻ സ്റ്റോറീസുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഷിരൂർ കേസ്, ഒരു ലോറി ഡ്രൈവർ കർണാടകയിലെ ഒരു മണ്ണിനടിയിൽ പോയ ഒരു കേസ്, നമ്മൾ അന്നത് ഓൺ എയറിൽ നിർത്തിയോണ്ടാണ് അത് അത്രയെങ്കിലും അതിന് അവർക്കൊരു അറ്റൻഷൻ കിട്ടി, അതിനൊക്കെ ശ്രദ്ധ വരികയും ചെയ്തത്. അതൊരു ഒരു അർജന്റ് കേസ് മാത്രമല്ല, അത് അവരോടൊപ്പം ജീവിക്കുന്ന അതേപോലെയുള്ള ഡ്രൈവേഴ്സ് പോലെയുള്ള ആൾക്കാർക്ക് കൊടുത്ത ഒരു പ്രതീക്ഷയാണ്. നമ്മൾ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുക എന്നുള്ളത് ആത്യന്തികമായിട്ട് നമ്മളത് എടുത്തൊരു നിലപാടായിരുന്നു. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ആ ചാനൽ. അങ്ങനെയാണ് കുറഞ്ഞ കാലം കൊണ്ട് താങ്കൾക്ക് നേട്ടം കൈവരിക്കാൻ പറ്റിയെന്നാണ് താങ്കൾ പറയുന്നത്. അതിൻ്റെ പിന്നിൽ അക്ഷീണമായ പ്രവർത്തനം മാത്രമല്ല, പുതിയ തന്ത്രങ്ങളും താങ്കൾ പയറ്റിയിരുന്നു, തന്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതല്ലേ സത്യം? ഹലോ, കേൾക്കണം. തന്ത്രങ്ങൾ എന്ന് പറയുന്നതിനപ്പുറം ഞാനത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന്റെ ഏരിയയിൽ നമ്മൾ ജെന്യുവൻ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ന്യൂസ് ചാനല് പൊതുവെ നമ്മൾ മനുഷ്യർക്കും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ അത്രത്തോളം നമ്മൾ ജെന്യുവൻ ആയിട്ട് കണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ അപ്രോച്ച് ചെയ്യുന്ന കണ്ടന്റിനോട് ആ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഫിനിറ്റി ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ ആ അഫിനിറ്റിയിലാണ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ റേറ്റിംഗിന്റെ കാര്യം പറയല്ലേ, റേറ്റിംഗ് നമ്മൾ ന്യൂസ് ചാനൽ വരുന്നത് ഏകദേശം 9 ദിവസം കഴിഞ്ഞിട്ടാണ്. ആഴ്ച വരെങ്കിലും ഒരു 9 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. 9 ദിവസം മുമ്പ് നടന്ന വാർത്തകളെ പറ്റി ഇത് അന്ന് നന്നായിരുന്നു, ഇതൊന്നും ശരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഡെഡ് ഡാറ്റയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡാറ്റ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒരു കണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ജെന്യുവൻ ആയിട്ടായിരിക്കണം എന്നുള്ളത് അതിന്റെ അപ്രോച്ച്. അത് ഞങ്ങൾ ആ ടീമും അത് വിശ്വസിച്ചിരുന്നു. അത് തന്നെയാണ് അതിന്റെ വിജയം. പിന്നെ ഡെഫിനറ്റ്ലി അതിന്റെ ഹാർഡ് വർക്ക് ഒക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷെ ഒരു ജെന്യുവൻ കണ്ടന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ വന്ന റിപ്പോർട്ടർ ചാനൽ ഒരു ഹൈ റേറ്റിംഗിലാവട്ടെ, എല്ലാ മേഖലകളിലാവട്ടെ ശ്രദ്ധിക്കപ്പെട്ട ശേഷം താങ്കൾ അവിടുന്ന് പോരാൻ കാരണം എന്താ? എനിക്ക് സത്യത്തിൽ അവിടെ എന്റെ ജോലി കഴിഞ്ഞു എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ ചാനൽ എത്തിക്കേണ്ട ലെവലിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് എനിക്ക് അവിടെ ചെയ്യാനായിട്ട് ഒരു ജോലി അവശേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് സി മലയാളത്തിൽ നിന്ന് എനിക്ക് ഒരു എന്റർടൈൻമെന്റ് ചാനലിലേക്കുള്ള ഒരു ഹെഡിലായിട്ട് ഓഫർ വന്നത്. അപ്പോൾ അതൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി എനിക്ക് ന്യൂസ് ചാനൽ കൊണ്ടുപോകണം, എന്റേതായ ന്യൂസ് ചാനൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ എനിക്ക് റിപ്പോർട്ടറിൽ നിന്ന് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരു റീസണാണ് ഞാൻ അവിടുന്ന് മാറാൻ. ഈ CTVയിൽ വരെ എത്തിയ ശേഷം താങ്കൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടും, അതുവരെ താങ്കൾ അനിൽ അരൂർ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനിൽ അരൂർ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരാളാണ്. കേരള പത്രപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് എല്ലാം തന്നെ ചർച്ചയാവാൻ കാരണം കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ നിന്നും പ്രമുഖരായ ആളുകളെ വൻ ഓഫർ കൊടുത്ത് അവിടെ നിന്ന് അടർത്തിയെടുത്ത് ബിഗ് TV എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ വന്നിരിക്കുന്നത്. എന്താണ് താങ്കൾ ബിഗ് TVയിൽ വരാൻ കാരണം? ഇങ്ങനെ ഒരു അപ്രോച്ച് പല ചാനലുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കാരണം? നല്ല ചോദ്യമാണ് ശ്രീകാന്ത് ചോദിച്ചത്. എനിക്കത് എവിടെയെങ്കിലും അത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടെലിവിഷൻ, സാറ്റലൈറ്റ് ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത് ശ്രീ ശശികുമാറാണ്. ഒരു പുതിയ സാറ്റലൈറ്റ് ചാനൽ ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയത്. തൊട്ടുപുറകെ CTV വന്നു. ആക്ച്വലി ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിലെന്ന് പറയാം. അന്ന് ഒരുപാട് ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു ദൂരദർശന്റെ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ അന്ന് ശ്രീ ശശികുമാർ ഉണ്ടാക്കിയ ടാലന്റുകളാണ് ഇന്ന് മിക്ക ചാനലുകളുടെ തലപ്പത്ത് ഇരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോ ഒരുപക്ഷെ ഞാൻ പറയാം, സാറ്റലൈറ്റ് ചാനലുകളിൽ ഒരു ടാലൻസിനെ സ്വരൂപിച്ചുണ്ടാക്കിയത് ശ്രീ ശശികുമാറാണ്. TNG സാർ മുതൽ ഇങ്ങോട്ട് നികേഷ് വരെയുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനുശേഷം വന്ന എല്ലാ ചാനലുകളിലും
ഏതൊക്കെ ചാനൽ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാം ഈ ചാനലിൽ നിന്ന്, ഈ ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെയാണ് പൈസകൾ ഓഫർ ചെയ്ത് അവർ ചാനൽ ഉണ്ടാക്കിയത്. ഇപ്പൊ മനോരമയായാലും മാതൃഭൂമിയായാലും ഈവൻ പിന്നീട് വന്ന 24 ആയാലും വന്ന ചാനലല്ല, ഏതൊക്കെ ചാനൽ ഇതിന്റെ എല്ലാം ഓരോ സ്ഥലത്തും നടത്തി കൊണ്ടുവന്നതാണ്. ഞാൻ മാത്രമല്ല സാലറി കൂട്ടി കൊടുത്തത്, ഇവരെല്ലാം സാലറി കൂട്ടി കൊടുത്ത് അവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അന്നൊക്കെ സാലറി കൂട്ടി കൊടുക്കുമ്പോൾ അതൊക്കെ വരുന്നത്, എന്നൊക്കെ മനോരമ ലോഞ്ച് ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് ഹോർഡിംഗ് വരുന്നത്, ഒരു ന്യൂസ് ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെല്ലാം വെച്ചിട്ട്. പിന്നീട് അതൊരു പ്രാക്ടീസായി. അതുപോലെ തന്നെ ഞാനൊരു ചാനൽ ഉണ്ടാക്കുമ്പോൾ പൾസൊന്നും ആൾക്കാരെ സ്വരൂപിച്ചു കൂട്ടിക്കൊണ്ടല്ലാണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തി ഞാൻ തോന്നുന്നില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും അടർത്തിയെടുത്തത് അവർക്ക് നിലനിൽപ്പ് ഒരു പരിധിവരെ നിലനിർത്തിയും കൊണ്ടാണ്. അതായത് പുതിയ ചാനൽ വരുമ്പോഴും മറ്റുള്ള ചാനലിന് കൊടുത്തിരുന്ന പ്രതിഫലത്തിന്റെ അതേപോലെയുള്ളതോ കുറച്ച് കൂട്ടിയിട്ടോ ആയിരിക്കാം പെർസെൻറ്റേജ് ഒക്കെ. പക്ഷെ ഇവിടെ ഒരു സുജയ പാർവതിക്ക് തന്നെ, ചീഫ് എഡിറ്ററായി വരുന്ന സുജയ പാർവതിക്ക് തന്നെ മാസത്തിൽ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അതേപോലെ വൻ തുകകളാണ് മറ്റുള്ളവർക്കെല്ലാം തന്നെ. ഏഷ്യാനെറ്റിലെ ജോഷിയാണെങ്കിലും, വിജയകുമാർ 24-ലെ വിജയകുമാർ ആണെങ്കിലും, അതേപോലെ ലക്ഷ്മി പത്മ ആണെങ്കിലും, വേണുഗോപാൽ ആണെങ്കിലും അങ്ങനെ ആരെടുത്ത് നോക്കിയാലും വൻ തുകകൾ കൊടുത്തിട്ടാണ് അവിടെ ഈ അടർത്തിയിട്ട് കൊണ്ടുവരുന്നത്. അത് അവരുടെ ചാനലിനെ തന്നെ 2 തരത്തിൽ ബാധിക്കുന്നു. ഒന്ന്, അവിടെയുള്ള നിലവിലുള്ള ആളുകൾക്ക് വലിയ തുകകൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. 2, അവരുടെ നിലനിൽപ്പിന് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെയാണ് താങ്കൾ ഇങ്ങോട്ട് അടർത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിയാണ്, അവർ ഓരോ സ്ഥലത്തു നിന്നും പല ആൾക്കാർ നമ്മളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ നോക്കണം, നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കാണ് നാട്ടിൽ വിലയില്ലാണ്ട് പോയിരുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ ചാനലിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് ടീമിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിനെക്കാട്ടിൽ ശമ്പളം കൂടുതൽ കിട്ടുന്ന അവസ്ഥ പണ്ട് മുതലേ ഉണ്ട്. അത് എല്ലാ ചാനലിലും ഉണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ശ്രദ്ധ വയ്ക്കണം. അത് 25 ലക്ഷവും 30 ലക്ഷവും വാങ്ങിക്കുന്ന സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലെ ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വാക്കുന്ന വർക്ക് ചെയ്യുന്നുണ്ട്, 10 ലക്ഷം രൂപ വാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വിലയില്ലാണ്ട് പോയത് കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കായിരുന്നു. കാരണം അവർ സെയിൽസ് കൊണ്ടിരുന്നു, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവർ നിൽക്കത്തില്ല. അപ്പോൾ കണ്ടന്റുകാർക്ക് വിലയില്ലാണ്ട് പോയി. ഇത് കൊടുത്താൽ ഇവർ നിന്നോളും എന്നുള്ളത് കൊണ്ട് ഇത് കൊടുത്തു. എന്റെ അടുത്ത് വരുമ്പോൾ ഇത് കൊടുത്ത് അവർക്ക് മാനമായിട്ട് ഇന്നലെ നിൽക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ കൊടുത്തു. അപ്പൊ കണ്ടന്റിനോട്, സെയിൽസിനോടൊപ്പം വിലയുള്ള ഭാഗമായി കണ്ടന്റ്. അപ്പൊ എനിക്ക് ആ കണ്ടന്റ് വില കൊടുത്ത് അവരെ നിർത്തിയേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഒരു അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഞാൻ ആർഭാടം കാണിക്കുന്നില്ല. ഞാൻ എന്റെ ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കണ്ടന്റ് ടീമിന് നല്ല ജോലി ചെയ്യുന്ന കണ്ടന്റ് ടീമിന് പൈസ കൊടുക്കുന്നത് എന്താ ഒരു കുഴപ്പം? അപ്പൊ പണ്ട് സെയിൽസ് കൊടുക്കുന്നത് ഇപ്പൊ കണ്ടന്റ് കൊടുക്കണം, അത്രല്ലേ മാറ്റമുള്ളൂ. പക്ഷെ അത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ പല ചാനലുകളിലും അവരുടെ ലിമിറ്റും കഴിഞ്ഞ് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ബിഗ് ടി വി കൊടുക്കുന്നത്. ആ ബിഗ് ടി വി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ചാനലുകളിൽ തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വർധനവ് വരുത്തേണ്ടി വന്നിരിക്കുന്നു. അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രൂപത്തിലെത്തി എന്നാണ് പലരും പറയുന്നത്. പല ചാനലുകളുടെയും നിലനിൽപ്പിനെല്ലാം തന്നെ പ്രതിസന്ധിയിലാണ്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്ന് താങ്കളൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കും. ഭയങ്കര കോളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേരള പത്രപ്രവർത്തന രംഗത്ത് എന്ന് പറയാൻ പറ്റും, പ്രത്യേകിച്ച് ചാനൽ രംഗത്ത്. ഞാൻ അത് വീണ്ടും പറയുന്നു, ഞാൻ വളരെ സന്തോഷമുള്ള ആളാണ് പത്രപ്രവർത്തകർക്ക് സാലറി കൂടുതൽ കിട്ടി എന്ന് പറയുന്നത്. നേരത്തെ ഈ മാനേജ്മെന്റുകളൊന്നും കൊടുക്കാത്ത സാലറി ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു കാരണമായെങ്കിൽ ഞാൻ സന്തോഷമാണ്. കാരണം പാവപ്പെട്ട പത്രപ്രവർത്തകർ കൂടി കിട്ടിക്കോട്ടെ. ഞാനൊരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ഞാൻ പലതൊന്നും എടുത്തു. ഇന്ന് ഞാൻ കാരണം 7 സ്ഥാപനങ്ങളിൽ സാലറി കൂടിയിട്ടുണ്ട്. 7 സ്ഥാനങ്ങളിൽ പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ടാലന്റ് വളരും, അവിടെ വളർന്നോട്ടെ. നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാലറി ആരും കൊടുക്കൂലല്ലോ, ഇല്ലേ? നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഒരാൾ ഇറങ്ങിപ്പോയി, എനിക്ക് വേറെ ആളെ കൊണ്ടുവരാൻ പറ്റില്ല, അത് എന്റെ സാമ്പത്തിക അവസ്ഥ പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് ഇവർ ഇപ്പൊ സാലറി കൂട്ടിയത്? അപ്പൊ ഫണ്ട് കൂട്ടാൻ പറ്റുന്ന സാലറി ഇപ്പൊ കൂട്ടി, അല്ലേ? അപ്പൊ കൂട്ടാവുന്നതായിരുന്നു. അപ്പൊ ഇത് കൊടുത്താൽ മതി, ഇതിനെ നിന്നോളും എന്ന് കരുതി. ഇപ്പൊ നിൽക്കത്തില്ല. അപ്പൊ ഒരു സന്തുലിതാവസ്ഥ വന്നു. ഇതൊക്കെ ഇവിടെ നടക്കേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക്, ശരി ഞാൻ ഒരാൾക്ക് സാലറി കൂട്ടി കൊടുത്തു, അപ്പൊ വേറൊരാളെ കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ല, അവർക്ക് ശേഷിയില്ല എങ്കിൽ കൂട്ടി കൊടുക്കത്തില്ല. പക്ഷെ ശേഷി ഉള്ളതുകൊണ്ടാണല്ലോ കൂട്ടി കൊടുക്കട്ടെ. അപ്പൊ ഇത് വീതിച്ചു പോട്ടെ. ഒരു സോഷ്യൽ ഒരു ഒരു ഏകീകരണം, ഒരു കുറച്ചുകൂടെ വിപുലമായിട്ട് നമ്മള് സ്ക്രീനിൽ നമ്മള് വലിയ സോഷ്യലിസം പറയുകയും അതിന്റെ ബാക്കിൽ നമ്മള് ക്യാപിറ്റലിസം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കുറച്ചുകൂടെ നമ്മൾ ട്രാൻസ്പെറന്റ് ആവാതെ എനിക്ക് സന്തോഷമുള്ളൂ. അതായത്
താങ്കളെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട്. അനിൽ അരൂരാണ് ഇവരുടെ രക്ഷകനായി വന്നിരിക്കുന്നത്. ഒരു സമരം നടത്തേണ്ടി വന്നില്ല, യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ബിഗ് ടി വി വരുന്നതുകൊണ്ട്, ബിഗ് ടി വി കൊടുത്തതുകൊണ്ട് ഒറ്റയടിക്ക് ഇവർക്കെല്ലാം സാലറി കൂട്ടി കൊടുത്തു എന്നതാണ് പ്രധാനം. അതിലുപരിയായിട്ട് എൻ്റെ ഒരു പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടുണ്ട്. പറഞ്ഞോളൂ. ഒരു കാര്യം കണ്ടെന്നുണ്ട്. ഞാൻ ഈ സാലറി കൂടി നമ്മൾ കേബിൾ ടി വി നെറ്റ്വർക്ക്സ് ഇവിടെയുണ്ട്. അവരും ഇതേപോലെ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞുകൂടി പോകുന്ന ആൾക്കാരാണ്. അവരും അതേപോലെ പല സമയങ്ങളിൽ കൂട്ടി ചോദിച്ചിട്ടുണ്ട്. ഇവർ ആ സ്ഥലത്ത് ആ വലിയ ഓഫറുകൾ കൊടുത്ത് ചാനൽ ലാൻഡിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ സ്പെൻഡ് ഉണ്ട്. അതൊന്നും ആരും അറിയുന്നില്ല. വലിയ വലിയ പൈസകൾക്ക് വാങ്ങിച്ചു കൊടുത്തു നോക്കും. അപ്പൊ ഈ പൈസ ഇതിന് വേറെ എക്സ്പെൻസ് ആണ്. ഇത് വന്നുകൂടിയ ഈ മീഡിയ, ടെലിവിഷൻ മീഡിയ ഇൻഡസ്ട്രിയിൽ വന്നുകൂടിയ വേറെ എക്സ്പെൻസ് ആണ്. അപ്പൊ അവിടൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതൊന്നും സാലറിനെ ബാധിച്ചിട്ടില്ല. ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടെങ്കിലേ ചാനല് നന്നാവുള്ളൂ എന്ന് പൈസ എടുത്ത് എറിഞ്ഞിട്ട് കൊടുക്കുന്നതും സ്വന്തം സ്ഥാപനത്തില് സാലറി കൂട്ടി കൊടുക്കാണ്ട് ആ സ്ഥാപനത്തിലെ സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ചാനൽ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ ചാനൽ ഇത്തരത്തിൽ തുടങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ 2 വർഷത്തെ ഫണ്ട് കൊടുക്കാൻ കയ്യിലുണ്ടായിട്ടേ അത്തരം ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആ രംഗത്തുള്ള ആളുകൾ പറയുന്നത്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും വലിയ ഫണ്ട് എവിടെ നിന്നാണ് ബിഗ് ടി വിക്ക് ഉള്ളത്? ആരാണ് പിൻബലം? ഒന്നാമത്തെ ഈ ചാനൽ തുടങ്ങാൻ വലിയ പൈസ വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഇപ്പോഴത്തെ ഡിജിറ്റൽ കാലത്തൊന്നും അത് വലിയ പൈസ ഉണ്ടാവും. ഇന്ന് മറ്റേ നമ്മുടെ DSNG അപ്ലിംഗ് സ്റ്റേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡാറ്റ ബാൻഡ്വിഡ്ത്ത് സ്ട്രീം ചെയ്ത് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. ഓരോ കോസ്റ്റും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു കോസ്റ്റ് ഉണ്ട്. വളരെ അഫോർഡബിൾ. ഏത് ബിസിനസ് തുടങ്ങിയാലും ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. അതിനൊരു ഇൻവെസ്റ്റർ വരണം. ആ ഇൻവെസ്റ്റർക്ക് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം. നമ്മുടെ മാർക്കറ്റിൽ ആ പൈസ ഇവിടെ ഉണ്ട്. അതിൽ നന്നായിട്ട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിന് അതനുസരിച്ച് എക്സ്പോഷർ കൊടുക്കണം. അപ്പോൾ ക്ലയൻസ് കൂടുതൽ പ്രൊഡക്ട്സ് വിൽക്കാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ കൂടെയുള്ള സെയിൽസ് ടീം വളരെ എക്സ്പീരിയൻസ്ഡ്, അവർ അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. കഠിനാധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മീഡിയയിൽ കൂടി അവർക്ക് എങ്ങനെ എക്സ്പോഷർ കിട്ടാമെന്നുള്ളത് അവരുടെ ഇന്നോവേഷൻസ് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ സെയിൽസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വരുമാനം വരും. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് പറഞ്ഞു വെച്ചാൽ എല്ലാ നെറ്റ്വർക്കിലെ സെയിൽസ് ടീം നന്നായാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. സെയിൽസ് ടീം നന്നാവണം. സെയിൽസിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ഇതിൽ നിന്ന് വലിയ വരുമാനം, ലാഭം ഉണ്ടാക്കുന്ന വലിയ ബിസിനസ് ഒന്നും അല്ലല്ലോ പത്രപ്രവർത്തനവും ഇവിടുത്തെ അങ്ങനത്തെ മീഡിയകളും. അങ്ങനൊന്നും അല്ല. ഇവിടെ വലിയ കോമ്പറ്റീഷൻ, മൾട്ടിനാഷണൽ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു മാന്യമായ ജോലി ചെയ്ത് മാന്യമായ ശമ്പളം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. അത് ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഇവിടെ നമ്മളുടെ ഇതിനെക്കാട്ടിൽ അപ്പുറത്തെ പല ഡൊമൈൻസിൽ ഇതിനെക്കാട്ടിൽ ഒരുപാട് ശമ്പളം എക്സ്പെൻസ് ഉള്ള ഡൊമൈൻസ് നമ്മുടെ കൂടെ FMCG ഇല്ലേ, നാട്ടിലില്ലേ. അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു എക്കോസിസ്റ്റം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 360 ആംഗിളിൽ എന്തൊക്കെ എക്സ്പെൻസ് വരുന്നു, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. ആ ധാരണ അതിനകത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അത് അവിടെ നിലനിൽക്കും. ഇപ്പൊ എന്റെ നെറ്റ്വർക്ക് അല്ല, ഏത് നെറ്റ്വർക്ക് നിലനിൽക്കും. അതായത് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങണമെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ തലസ്ഥാനങ്ങളിലും അടക്കം, വിവിധ സ്ഥലങ്ങളിലടക്കം ഓഫീസ് വേണം, വാഹനം വേണം, പ്രവർത്തകർ വേണം, അതിനുള്ള സംവിധാനങ്ങൾ വേണം. അതിന് ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിക്കണം. അതെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മാത്രമല്ല 2 വർഷത്തേക്ക് വരുമാനം വേറെ വന്നില്ലെങ്കിൽ, ലാഭമില്ലെങ്കിലും സ്ഥിരമായി സാലറി കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഏറ്റവും ചെലവിനും പൈസ വേണം. അതൊരു കോടിക്കണക്കിന് രൂപ തന്നെയല്ലേ അതിന് എക്സ്പെൻസ് വരുന്നത്. ശരിയാണ് ശ്രീ നന്ദകുമാർ പറഞ്ഞത്. 2 വർഷത്തെ പൈസ കൂട്ടി വെച്ചിട്ട് തുടങ്ങേണ്ട ബിസിനസ് അല്ലേ ഇത്. കാരണം ഈ പരിപാടി നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ വരുമാനം വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവും. അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അല്ലാണ്ട് അതിനകത്ത് ഇത് 2 വർഷം ഒരു പരസ്യവും ഇല്ലാണ്ട് നമ്മൾ നിലനിർത്തുക, അങ്ങനെയുള്ള ഒരു പരസ്യം അതിന് ആവശ്യമാണ്. ആവശ്യമുള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ക്ലയൻസുകൾ ഓൾറെഡി കേരളത്തിലുള്ളതാണ്. 68,000 കോടിയുടെ FMCG ബിസിനസ് നടക്കുന്ന കേരളത്തില് നമ്മളെ സാറ്റലൈറ്റ് ചാനലിന്, ന്യൂസ് ചാനലിന്റെ നമ്മളുടെ വരുമാനം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 300-350 കോടിയുള്ളൂ. ഇവിടുത്തെ മെയിൻ എന്റർടൈൻമെന്റ് ചാനലിന്റെ വരുമാനം തന്നെ 350 കോടിയാണ്. അപ്പൊ നമ്മളെ എവിടെയാണ് കേരളത്തിൽ വരുമാനം നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. താങ്കൾ അത്രയും പുതിയൊരു ചാനലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. താങ്കൾ ഇത്രയും ആത്മവിശ്വാസത്തിലാണുള്ളത്? അല്ല, ആത്മവിശ്വാസം എന്നല്ല, നമുക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞില്ല, എന്റെ 30 വർഷത്തെ മീഡിയ എക്സ്പീരിയൻസ്. ഞാൻ ടെലിവിഷൻ മീഡിയയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങളുടെ വളർച്ചയും തളർച്ചയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ആത്മവിശ്വാസമുള്ള ഏരിയയിൽ മാത്രം ചെയ്താൽ മതില്ല. അറിയാത്ത പണി ചെയ്യേണ്ടല്ലോ. അറിയാത്ത പണി ചെയ്തിട്ട് നമുക്ക് ഫീലർ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ ഫീൽഡിലെ
എല്ലാ സാധ്യതകളും കുറവുകളും മനസ്സിലാക്കിയിട്ടാണ് അതനുസരിച്ചുള്ള ആൾക്കാരെ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിലെ പ്രഗത്ഭരായ ആളുകളെയാണ് വളർത്തിയെടുത്ത് കൊണ്ടുവന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. താങ്കൾ എത്രമാത്രം ഇതിന്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സുജയ് പാർവതി, താങ്കൾ എത്രമാത്രം അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു? അവരൊരു ഒരു ജെന്യുവൻ ജേർണലിസ്റ്റ് ആണ്. ജെന്യുവൻ ജേർണലിസ്റ്റ്. ഞാൻ അവരോടൊപ്പം 24 വർക്ക് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഹാർഡ് വർക്ക് ചെയ്യാണ്, നല്ല കാഴ്ചപ്പാടുള്ളതാണ്. അവരുടെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിനെ അവർ പക്ഷേ റിപ്പോർട്ടറിൽ വെച്ചിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലവർ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. പക്ഷേ ആസ് എ ജേർണലിസ്റ്റ് വെരി ജെന്യുവൻ ജേർണലിസ്റ്റ് ആണ്. അവർക്ക് കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അവരെ പോലുള്ള യങ് ആൾക്കാരാണ് നമ്മൾ പുതിയ 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 ചുമതലകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റ് പ്ലസിൽ എനിക്ക് തോന്നുന്നത് ഒരു 30 വയസ്സുള്ളപ്പോഴാണ് ഏഷ്യാനെറ്റ് പ്ലസിന്റെ ലോഞ്ച് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത്. വളരെ ചെറിയ പ്രായത്തിലുണ്ട്. ഞാൻ അന്ന് കെ മാധവനും മോഹൻ നായരും അന്നുണ്ടായിരുന്ന സിഇഒയും ഒക്കെയാണ് എന്നെ ആ ദൗത്യം ഏൽപ്പിച്ചത് അവിടെ. അപ്പോൾ അവര് അങ്ങനെ തന്നെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബോൾഡ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം പുതിയ തലമുറയ്ക്ക് നമ്മൾ വഴിമാറി കൊടുക്കണം, അവരെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കണം. ചില തെറ്റുകളുണ്ടാവും, മിസ്റ്റേക്കുകളുണ്ടാവും, പക്ഷെ നമുക്ക് പുറകിൽ അത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷെ പുതിയ യങ് ബ്ലഡിനെ, ഇത് മാത്രമല്ല സുജിയുടെ താഴെയുള്ളവർക്കും പറയണം, പുതിയ പുതിയ യങ് ബ്ലഡിനെ നമ്മൾ കൊണ്ടുവന്ന് അവരെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം. വയസ്സായാൽ കഴിഞ്ഞാൽ ഉടനെ ചീഫ് എഡിറ്റർ ആകുക എന്നുള്ള കാഴ്ചപ്പാട് മാറണം. അതായത് പുതിയ കാഴ്ചപ്പാടാണ് താങ്കൾക്കുള്ളത്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പുതിയതായി വന്ന വാർത്ത, കേരളത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് കേരള ഓഫീസ് തുടങ്ങി ഉള്ള പ്രവർത്തനത്തിന് ഇറങ്ങിയ ശേഷം ഇവരെല്ലാം ഹൈദരാബാദിലേക്ക് മാറ്റപ്പെടുന്നു. ഹൈദരാബാദ് ഓഫീസിലാണ് ഇവരുടെ പ്രവർത്തനം എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് എത്രമാത്രം ശരിയാണ്? ഇപ്പൊ ഞാനിരുന്ന് ശ്രീ നന്ദകുമാർ സംസാരിക്കുന്നത് ഹൈദരാബാദിലെ ഹോട്ടലിൽ നിന്നിട്ടാണ്. ഇവിടെ ഞങ്ങൾ ഏകദേശം 110 പേര് കേരളത്തിൽ നിന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഹൈദരാബാദിൽ ഞങ്ങൾക്ക് ഇവിടെ തെലുങ്ക് ചാനലുണ്ട്. ഇതിന്റെ ഓൾറെഡി ഇവിടെ സ്റ്റുഡിയോ ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തിരിക്കുകയായിരുന്നു. മാർച്ച് 2nd വീക്കിൽ വരാനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇലക്ഷൻ കാരണം നമ്മളത് വളരെ പെട്ടെന്ന് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ പ്രീപോൺ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ പെട്ടെന്ന് ആ സെറ്റപ്പ് സ്ട്രക്ചർ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. മാർച്ച് 15 മുമ്പ് ഞങ്ങൾ കേരളത്തിലാണ് ഞങ്ങൾ കുണ്ടന്നൂരാണ് ഞങ്ങളുടെ ഓഫീസ്. അവിടെ സ്റ്റുഡിയോ എല്ലാം ഏകദേശം ഒരു 80% വർക്ക് കഴിഞ്ഞു. അവിടെയാണ് വരിക. താങ്കൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളത് രേവന്ത് റെഡ്ഡിയുടെ ചാനലാണ്. അതായത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ചാനൽ, രേവന്ത് റെഡ്ഡിയുടെ പണമാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ വലിയ പ്രചരണം നടക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ഇത് എൻ്റെ പാർട്ണർ ശ്രീ വിജയ് റെഡ്ഡി ബ്രദർ ഇവിടെ തെലങ്കാനയിലെ DCCയുടെ ഒരു മെമ്പറാണ്. എൻ്റെ പാർട്ണർ US ഒരു ഫാർമ കമ്പനി ഉണ്ട്, ഒരു IT കമ്പനി നടത്തുന്ന ആളാണ്. അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഇവിടെ ഒരു ഓൺലൈൻ മീഡിയ നടത്തിയിരുന്നു, ഒരു ആപ്പ്, ചോട്ടാ ന്യൂസ് എന്ന് പറഞ്ഞൊരു ആപ്പ് നടത്തിയിരുന്നു. ഇപ്പോഴും ഉണ്ട് അത്. 15 lakhs ഡൗൺലോഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഒരു 2.5 വർഷത്തിനാണ് അദ്ദേഹത്തിന് സാറ്റലൈറ്റിൽ ചാനൽ പ്രകടനം തുടങ്ങി. അതില് ആ ചാനൽ തുടങ്ങിയ സമയത്ത് ഇവിടെ ഏറ്റവും 100% കണക്ടിവിറ്റി ഉള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളും ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ചാനലിൽ ബിഗ് ടിവി ആണ് തെലങ്കാനയിൽ. ബാക്കിയെല്ലാം വളരെ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ചാനലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ടകളുണ്ട്. ബിഗ് ടിവിക്ക് അജണ്ടകളില്ല അതിനകത്ത്. എന്റെ പാർട്ണറായ ശ്രീ വിജയ് റെഡ്ഡി അധ്വാനിച്ച് US ഒരു NRI അദ്ദേഹം ഉണ്ടാക്കിയ പൈസയാണ് ഇത്. അതിനകത്ത് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ബാക്കപ്പ് അതിനകത്തില്ല. ആൾക്കാരെല്ലാവരും, ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും സുഹൃത്തുക്കളാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ആൾക്ക് സുഹൃത്തുക്കളുണ്ട്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അതായത്, കാരണം ഒരു പറയാനുള്ള റീസൺ അദ്ദേഹത്തിന്റെ ബ്രദർ DCCയിലെ ഒരു മെമ്പറാണ് എന്നുള്ളത് ശരിയാണ്, അതുകൊണ്ട്. പക്ഷെ ഇത് ഞാനത് പറഞ്ഞില്ല, കേരളത്തിലെ ഈ ചാനൽ വരുമ്പോൾ ആ ചാനലിന്റെ എഡിറ്റോറിയൽ പോളിസി ജനങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. നമ്മളത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പിനോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വിച്ച് ഹണ്ട് ചെയ്യാനോ ഉള്ള, അത് പൊളിറ്റിക്കൽ അല്ല, ഇനി പേഴ്സണാലിറ്റീസ് വിച്ച് ഹണ്ട് ചെയ്യാനുള്ള ഒരു മീഡിയ അല്ല നമ്മൾ ബിൽഡ് ചെയ്യണത്. അത് ക്രിട്ടിക്കലായിരിക്കും. അതെല്ലാ പാർട്ടിയോടും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിമർശനം ഉണ്ടാവും, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വിമർശനം ഉണ്ടാവും, പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റീസിന് വിമർശനം ഉണ്ടാവും. പക്ഷെ അത് അജണ്ട വെച്ചിട്ടായിരിക്കത്തില്ല. അതായത് ഇവിടെ പറയുന്ന മറ്റൊരു പ്രചരണം, കേരളത്തിൽ ഇപ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇത്ര പെട്ടെന്ന് ഇലക്ഷന് മുമ്പ് ഈ
ടി വി രംഗപ്രവേശം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രചരണം. അതിനെക്കുറിച്ചും എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നമ്മൾ മലയാളികളോട് ചോദിക്കുന്നത് അവരുടെ കോമൺ സെൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. കേരളത്തിൽ ഒരു ഒരു ചാനൽ തുടങ്ങി കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും മലയാളി ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് വിശ്വസിക്കുമെന്ന് തോന്നില്ല. കോൺഗ്രസ് തന്നെ ഒരു ചാനൽ ഉണ്ടല്ലോ അവിടെ, പിന്നെ എന്തിനാ അഡീഷണൽ ഒരു ചാനൽ? അപ്പൊ അതൊക്കെ അത് കോൺഗ്രസ് പോട്ട് ഒരു ചാനല് ഇവിടെ കൈരളിക്ക് ചാനലുണ്ട്. കൈരളിനെ അത് രക്ഷിക്കാൻ പറ്റിയോ? CPM-ന് കൈരളിയെ രക്ഷിക്കാൻ പറ്റിയോ? ഇല്ല. പക്ഷെ അവർ ഓരോരുത്തർ അവരുടെ പൊളിറ്റിക്കൽ ഉണ്ട്, ഉണ്ട്. പക്ഷെ അത് അവരുടെ താല്പര്യങ്ങളായിരിക്കാം. ഞാൻ പറഞ്ഞ അങ്ങനെ കേരളത്തിൽ ഒരു പാർട്ടിയെ രക്ഷിക്കാൻ ഒരു ചാനലിലോ പത്രത്തിലോ ഒന്നും പറ്റുന്നില്ല. അത് ഞങ്ങളുടെ പോളിസി അങ്ങനെ അതൊരു അജണ്ട അല്ല. അത് വരുമ്പോ ചാനലിൽ വരുന്ന പോളിസി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രേക്ഷകർക്ക്. അതായത് പുതിയ സ്റ്റൈലിൽ പുതിയ രീതിയിലായിരിക്കും ഇപ്പോൾ ഈ ചാനൽ വരിക. ആരോടും മുഖം നോക്കാതെയുള്ള നമ്മൾ സമീപനമായിരിക്കും നമുക്കുണ്ടാവുക. ആര് തെറ്റ് ചെയ്താലും തുറന്നു പറയുക, അതേപോലെയുള്ള വാർത്തകളായിരിക്കും വരിക എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും നന്ദകുമാർ അത് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഞാൻ പുതിയ ശൈലി എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു പുതിയ ശൈലി ഇല്ല. കാരണം വാർത്ത എവിടെ ഉണ്ടാവുന്നു, വാർത്ത കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ചിലർ കൊടുക്കുന്നുണ്ടാവില്ല. ഇവിടെ കള്ളം പറയുന്ന മാധ്യമങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി വാർത്തകൾ കൊടുക്കാണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ചില പാർട്ടിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയകൾ ഉണ്ടാവാം. പക്ഷെ മീഡിയ എപ്പോഴും ഉള്ളത് നല്ലതാണ്. എത്രത്തോളം മീഡിയകൾ വരുമ്പോൾ അത്രത്തോളം നോയ്സ് സമൂഹത്തിൽ ഉണ്ടാവും. അത് കൂടുതൽ ശ്രദ്ധയിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതിന്റെ കാര്യം. അതല്ലാണ്ട് ബിഗ് TV വന്ന് ഇത് ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യാനുള്ള വർക്കുകൾ ഭംഗിയായി ഞങ്ങൾ ചെയ്യും. അത് ചെയ്യാൻ പറ്റാത്ത ദിവസം ഇത് അടച്ചു പൂട്ടുകയും ചെയ്യും. പ്രത്യേകിച്ചും മറ്റു ചാനലുകൾക്ക് ഭീഷണിയായിക്കൊണ്ടാണ് ബിഗ് TV വരുന്നതെന്ന് താങ്കൾ തന്നെ നേരത്തെ ഇൻഡയറക്റ്റായി സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും പ്രശ്നമുണ്ടായിട്ടുണ്ട്. അങ്ങനെ പാടില്ല. അവരുടെ പ്രോഫിറ്റിൽ കുറവുണ്ടാവുമെങ്കിൽ അത് എന്റെ കുറ്റമല്ല. അല്ല, അവർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവരുടെ വരുമാനം നല്ലൊരു പങ്ക് വീണ്ടും അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും അധികം അതിനുള്ള കാരണക്കാരൻ അങ്ങാണെന്ന് അങ്ങ് കൃത്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പം കുറച്ചുകൂടെ അധ്വാനിച്ച് വർക്ക് ചെയ്യട്ടെ, അപ്പൊ കുറച്ചുകൂടെ അവർക്ക് വരും. ഇപ്പൊ അത്ര അധ്വാനം കിട്ടുന്ന പൈസയാ. അപ്പം ബിഗ് TV വരുമ്പോൾ തീർച്ചയായും അവരുമായിട്ടാണ് മത്സരിക്കുക. മുമ്പ് ഉണ്ടായിരുന്ന മാതിരിയല്ല. മുമ്പ് ഒരു ചാനൽ വന്നു, അവരുടേതായ പ്രത്യേകതകൾ മറ്റുള്ളവർക്കൊന്നും ബാധിക്കില്ല. അതേസമയത്ത് ഇപ്പോൾ ബിഗ് TV വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ അടർത്തിയെടുത്തിരിക്കുന്നു. അപ്പം അവർ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഏഷ്യാനെറ്റിന് മുതൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് മുതൽ റിപ്പോർട്ടറും 24-ഉം മാതൃഭൂമിയും മനോരമയും ഒക്കെയുള്ള കേരളത്തിലേക്ക് ഈ മത്സരത്തിനിടയിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ഏറ്റവും മുൻപന്തിയിലെത്താൻ പറ്റും? ഇതിൽ മുൻപന്തിയിൽ ഒരു വാർത്ത ചാനൽ ചെയ്ത് ഞാനത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, റേറ്റിംഗ് നമ്മളുടെ ഒരു പോപ്പുലാരിറ്റി മാനദണ്ഡമല്ല. അതൊരു കൊമേഴ്സ്യൽ സെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് പറഞ്ഞ് അതിന്റെ റേറ്റിംഗ് മാനദണ്ഡങ്ങൾ പറഞ്ഞ് അത് നമ്മൾ ഒരു പോപ്പുലാരിറ്റി മാനദണ്ഡമാക്കി മാറ്റി. അത് നമ്മൾ അത് ശരിക്കും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് ഞാൻ പറയാം. അപ്പൊ റേറ്റിംഗ് നമ്മളല്ല, ന്യൂസ് വെച്ചിട്ട് ഒന്നാമതെത്തോ രണ്ടാമതെത്തോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെ മൂന്നാമതെത്തോ നാലാമതെത്തോ. പക്ഷെ ഒരു വൃത്തിയുള്ള ഇപ്പൊ നമ്മളുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു ന്യൂസ് ചാനൽ കൊടുക്കാൻ പറ്റും, അത് നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും. അതായത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനൽ ഒരു കൊല്ലം കൊണ്ടാണ് അത് കുതിച്ചു കയറ്റം ഉണ്ടാക്കിയത്, ഏകദേശം 2ാം സ്ഥാനത്ത് വരെ എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വാർത്തയിൽ സത്യസന്ധത ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പല മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് താങ്കൾ ഇൻഡയറക്റ്റായി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു സമീപനം തന്നെ ആയിരിക്കുമോ? മാർഗങ്ങൾ ഇതിന് സമീപിച്ചാൽ ഞങ്ങൾക്ക് നമ്മളുടെ റിപ്പോർട്ടർ TVയിലെ നാഷണൽ അഡ്വർടൈസ്മെന്റ് കിട്ടിയത് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ്. പ്രസിഡന്റ് ഓർമ്മ ശരിയാണെങ്കിൽ. ബാക്കി എല്ലാം കേരളത്തിലെ ക്ലയൻസിനെ കൊണ്ടിട്ടാണ് അത് നിലനിന്ന് പോകുന്നത്. Day 1 മുതൽ അതിനകത്ത് പരസ്യം ഉണ്ടായിരുന്നു. നമ്മളപ്പോ എവിടെയാണ് റേറ്റിംഗിന്റെ മാനദണ്ഡം? എവിടെയാണ് Day 1 മുതൽ പരസ്യം വരണമെന്നുണ്ടെങ്കിൽ ആ മാസവും നല്ല പരസ്യം ചെയ്തിരുന്നു. നമ്മൾ ലോഞ്ച് ചെയ്ത മാസം നല്ല പരസ്യം ചെയ്തിരുന്നു. വെറുതെ ഒരു ക്ലയന്റ് പരസ്യം നമ്മൾ ചെയ്യില്ല, അവർക്ക് അതിന്റെ എക്സ്പോഷർ കിട്ടിയെങ്കിലേ ചെയ്യത്തുള്ളൂ. അതിനുള്ള അത്രേ ഉള്ളൂ, അതിനകത്ത് സ്ട്രാറ്റജി അത്രേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം പത്രത്തിലാണെങ്കിലും ഫ്രണ്ട് പേജ് ജാക്കറ്റും അകത്തും ബാക്കിലും ഒക്കെ പരസ്യം കൊടുക്കുന്നില്ലേ? നമ്മൾ ഒരു നിലനിൽപ്പിന്റെ ഭാഗമല്ലേ, എല്ലാ ഇൻഡസ്ട്രിയുടെയും ഭാഗമല്ലേ, ഒരു വാണിജ്യം അതിന്റെ ഭാഗമല്ലേ, അതത്രേ ഉള്ളൂ. ഇതിനും അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയുക, ഇതിനകത്ത് ഈ ഇന്റർവ്യൂ ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്കുകളിൽ
നഷ്ടത്തിൽ ഉം, പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉം, ഉത്തരവാദിത്വം മാനേജ്മെന്റിന്റെ സെയിൽസ് ടീമിന്റെയും മാത്രം ഉത്തരവാദിത്വം, അത് കണ്ടന്റ് ടീമിന്റെ അല്ല. ഉം, ഉം, നിങ്ങൾക്ക് ഉം, അതിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷനോട് ഒരു ചാനൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ട വേറെയാണ്. ഉം, നിങ്ങൾക്ക് ഒരു ഉം, റിലീജിയസ് അജണ്ടയോട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അജണ്ട വേറെയാണ്. ഉം, അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഉം. അതല്ലാണ്ട് ഒരു ചാനൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്ന ലോസ് പോകുന്നുണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് ആ സെയിൽസ് ടീമിനെ നന്നായി കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം, വേറെ ഒന്നുമല്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രിറ്റിയും ഇമ്പാർഷ്യലിറ്റിയും അതേപോലെ ഹ്യൂമൻ റൈറ്റ്സിന് പ്രാധാന്യം കൊടുത്തുള്ള വാർത്തകളാണ് റിപ്പോർട്ടർ ചാനലിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ വിജയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ആട്ടെ. ഫോളോ അപ്പ് തന്നെയായിരിക്കും ഇവിടെയും. തീർച്ചയായിട്ടും അത് തന്നെയല്ലോ. ഞാൻ ഇപ്പോ റിപ്പോർട്ടർ ടി വി ഒരാളോ അല്ലെങ്കിൽ ഒരു 5 റിപ്പോർട്ടർ ടി വി വന്നാൽ തീരാത്ത മുതൽ പ്രശ്നങ്ങൾ നാട്ടിലും രാജ്യത്തും ഉണ്ട്. ഉം, അപ്പോ ഉം, നമ്മൾ അതിനൊരു വ്യക്തി ഒരു കൈത്താങ്കൂടെ എന്ന് പറയുന്നുള്ളൂ, അല്ലാണ്ട് അത് മറച്ചു വെച്ചിട്ടൊരു സ്ട്രാറ്റജി ഒന്നും അല്ല. ഉം, ഉം. ഇത്രയധികം കൊട്ടിഘോഷിച്ച് വലിയ തോതിൽ സാലറി കൊടുത്ത് ഇങ്ങനെ വന്ന ഒരു സംഭവം ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുമെന്ന് താങ്കൾ മനസ്സുകൊണ്ട് എവിടെയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആഡ് ചെയ്യാം. കാരണം ഞാൻ ഞാനത് നമ്മുടെ ശ്രീധർ സാറ് ഏഷ്യാനിൽ വർക്ക് ചെയ്തപ്പോൾ സാർ എനിക്ക് അന്ന് മനോരമ ശ്രീധരൻ സാറിനെ ഹയർ ചെയ്യുമ്പോൾ, മഴവിൽ മനോരമയെ ഹയർ ചെയ്യുമ്പോൾ കൊടുത്തിട്ട് ഹയർ ചെയ്തു. ഉം, ഉം, മാത്രമല്ല അന്ന് അത് കൂടാണ്ട് ശ്രീധരൻ സാറിന് അന്ന് അവിടെ ഒരു സീരിയൽ ചെയ്യാനും സാറിന്റെ ഷോ ചെയ്യാനുള്ള പ്രൊജക്റ്റും കൊടുത്തിരുന്നു. അപ്പൊ ഉം, ഉം, ഇത്രയും വലിയ ഓഫർ ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഉം, ഏറ്റവും വലിയ ഓഫർ കൊടുത്തിട്ടാണ് മനോരമ ശ്രീധരൻ നായരെ നമ്മൾ മഴവിൽ മനോരമയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇല്ലാത്ത കാരണം ആരും അത് അറിഞ്ഞില്ല. ഉം, ഉം, ഇന്ന് ഉം. സോഷ്യൽ മീഡിയ ഉള്ള കാരണം ആൾക്കാർ അറിയണമെന്നുള്ളൂ. അപ്പൊ 2010 അത്ര കൊടുക്കാൻ പറ്റുമെങ്കിൽ 2025 മീഡിയക്ക് എന്താകുക എന്നുള്ളത് താങ്കൾക്ക് തന്നെ ഊഹിച്ചറിയാവുന്ന കാര്യമാണ്. ഉം, ഉം, അപ്പം ഉം, ഇതൊരു ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മുടെ സ്റ്റാഫിന് പൈസ കൊടുക്കണമെങ്കിൽ അത് ഇത്ര രൂപ വേണം, നമുക്ക് ചെലവ് ഇത്രയാണ്. ബാക്കി ചെലവാക്കാൻ പറ്റാത്ത ചില ഒരുപാട് പൈസ നമ്മൾ പരസ്യത്തിന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോർഡിങ്സ് പൈസ കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പൈസ ആവശ്യം, ഒരുപാട് താങ്ങാൻ പറ്റാത്ത അതല്ലാത്ത ചിലർ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആർഭാടങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ന്യൂസ് ചാനലിൽ. അപ്പൊ ഉം. അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബെറ്റർ ആക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ ചാനലിലെ കുറവുകൾ മിനിമലൈസ്ഡ് ആണ്. പക്ഷെ കൊടുക്കേണ്ട നല്ല വർക്ക് ചെയ്യാൻ പിന്നെ കണ്ടന്റ് ടീമിന് ഞാൻ പൈസ കൊടുക്കുന്നതുകൊണ്ട് സത്യമാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അത് ആവശ്യമാണ്. ഈ ചാനലിന് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലായിടത്തും നമ്മുടെ 100% നെറ്റ്വർക്കിൽ നമ്മൾ ഫൈനലായി കഴിഞ്ഞു. അതായത് ഇപ്പോൾ നിലവിൽ എന്തായാലും തെലുങ്കാനയിലുണ്ട്. അതിനോട് തന്നെ അനുബന്ധിച്ചിട്ട് എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് എല്ലാം റെഡിയാണ്. അതെ, നെറ്റ്വർക്ക് നമ്മൾ അതിന്റെ ഒരു ബാക്ക് ബോൺ ആണല്ലോ. ഈ കേരളത്തിലെ ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നു. കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ സ്ഥലത്തും സുസജ്ജമാണ് ഇപ്പം. അതെ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏ, അത് കിട്ടിയിട്ടില്ല, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു 3 ദിവസത്തിനുള്ളിൽ വീടുകളിലെത്തും. ഉം. ഏറ്റവും പുതിയൊരു കാര്യം ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകണം. അങ്ങനെ ടെക്നോളജി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ ചിലവ് ചുരുങ്ങുന്നു, അങ്ങ് ഇൻഡയറക്റ്റായി സൂചിപ്പിക്കുക. എന്താണ് ടെക്നോളജി? ഇപ്പൊ 24-ഉം റിപ്പോർട്ടറും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ 24 റിപ്പോർട്ടിൽ വന്നിട്ടുള്ളൂ. 24 ബിഗ് ടി വരുമ്പോഴും ടെക്നോളജിയിൽ കാര്യമായ മാറ്റമില്ല. പക്ഷെ അതിന് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷൻസ് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ടെക്നോളജി ജനങ്ങൾക്ക് വിസിബിളായ രീതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കത്തില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ 24 ചെയ്ത് കഴിഞ്ഞതാണ്. അതിനെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും അല്ല റിപ്പോർട്ടർ ചെയ്തത്. പക്ഷെ ചെയ്ത ക്രിയേറ്റിവിറ്റിയിൽ മാറ്റമുണ്ട്. ആ മാറ്റം നമ്മളുടെ ബിഗ് ടിവിയിലും ചില ക്രിയേറ്റീവ് മാറ്റമുണ്ട്. പക്ഷെ കണ്ടന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വഴിയാണ് ഡിഫറെന്റ്. അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് അത് ഇപ്പൊ നമ്മള് ടെക്നോളജിയുടെ നമുക്ക് സ്പീഡിനൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്, എക്സിക്യൂഷനിലൊക്കെ. അതേപോലെ തന്നെ ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു പ്രയോഗം ഞാൻ എവിടെയോ കേട്ടിരുന്നു. അതായത് ഇതിലുള്ള സ്റ്റാഫുകളെല്ലാം ഓണേഴ്സാണ്, അവരും കൂടെ പങ്കാളിയായിട്ടുകൊണ്ടാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് അതെന്താണെന്ന് വിവരിക്കാമോ? ഇതില് നമ്മളുടെ ഒരു ഇപ്പം പബ്ലിക് ഇഷ്യൂവിന് നമ്മൾ പോകുന്നത് പോലെ ഈ ചാനലിന്റെ ബാലൻസ് ഷീറ്റ് ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കുക, എടുക്കുകയും ചെയ്യാവുന്നതാണ്. അതില് ഒരു ലാഭം ഉണ്ടാകുന്ന സമയത്ത് ഒരു നിശ്ചിത ലാഭം ആ എംപ്ലോയീസിന് ഷെയർ ചെയ്യണമെന്നാണ് എന്റെയും എന്റെ പാർട്ണറുടെ ആഗ്രഹം. അങ്ങനെയാണ് അത് ഒരു പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ അത് അത്രയും നമുക്ക് അത് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു പക്ഷേ ഒരു മീഡിയയിലല്ല, ഞാൻ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മെഡിക്കൽ ഫെസിലിറ്റിയാണ്. മെഡിക്കൽ ഫെസിലിറ്റി 100 വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും ഹസ്ബൻഡിനും കുട്ടികൾക്കും
100% മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആണ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തതിന് ശേഷവും വരുന്ന എക്സ്പെൻസ് നമ്മൾ ബെയർ ചെയ്യാണ്. അതൊരു വലിയ കമ്മിറ്റ്മെന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു സാലറിയിൽ ജീവിക്കുന്ന ആള് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 5-6 ലക്ഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ എല്ലാ സാമ്പത്തിക അവസ്ഥയും തകരും. അതോടുകൂടി നമ്മൾ ഒരു പേഴ്സണൽ ലോൺ വാങ്ങിക്കുകയും പിന്നെ അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസുകൾ എന്താ? ഞാൻ ഹോർഡിങ്ങിന് മുടക്കുന്ന പൈസയെ ഞാൻ ഇൻഷുറൻസിന് കൊടുക്കുന്നുള്ളൂ, അല്ലെ എന്റെ സ്റ്റാഫിന് കൊടുക്കുന്നുള്ളൂ. എനിക്ക് എന്റെ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്. അവരുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാനും അങ്ങനെ വളർന്നു വന്ന ആളാണ്. അപ്പോ മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു 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 ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇക്കാലത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനൊരു സുരക്ഷിതം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ബാക്കി ആ എക്സ്പെൻസ് ഇത്രയല്ലേ വരുള്ളൂ. അത് നമുക്ക് നമ്മുടെ കമ്പനിയിൽ വായിച്ചാൽ പോരെ. നിങ്ങൾ പറയുന്ന നമ്മൾ സാലറിനെക്കാട്ടിൽ അതിനെക്കാട്ടിൽ ഞാൻ അത് കരുതുന്നത് ഈ ഒരു കാര്യമാണ്. അത് പലരും അതേ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് തുടർന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. എന്റെ എക്സ്പെൻസിന്റെ പാർട്ടായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനും കൂടെ ഞാൻ അധ്വാനിക്കണം, എന്റെ സ്റ്റാഫ് അധ്വാനിക്കണം. എന്റെ സ്റ്റാഫിന് അറിയാം ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതിനുവേണ്ടി എക്സ്ട്രാ അധ്വാനിച്ച് ആ പൈസയും കൂടെ കൊണ്ടുവരണം എന്നറിയാം. അവരത്രയും അധ്വാനിക്കുന്നുണ്ട് അതിനുവേണ്ടി. ഞാൻ പറയുന്നത് അതിന് മറ്റ് സ്ഥലങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ സ്ഥാപനത്തിലെ ഒരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു MD-നെ ഒരു സ്റ്റാഫിന് പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷം രൂപ കിട്ടും, ഒരു 4 ലക്ഷം രൂപ കിട്ടും. പക്ഷെ എല്ലാവർക്കും പോയി MD അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല, അങ്ങനെ സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ എന്തിനാണ് നമ്മൾ കൂടെ ഇത്രയും പൈസയൊക്കെ എഴുന്നടക്കി നമ്മൾ ഈ സ്റ്റാഫിനെ കൊണ്ട് നടക്കുമ്പോൾ അവരുടെ ഒരു വെൽഫെയർ നമ്മൾ ആലോചിക്കാത്ത എന്താണ്? അപ്പം അത് അതായത് താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ഒരേപോലെ കൂട്ടിച്ചേർത്ത് അവരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമായ വ്യക്തിയാണ് കേരളത്തിൽ താങ്കൾ. ചാനൽ ഉടമകളുടെ ആണെങ്കിലും അവരുടെ പ്രവർത്തകരുടെ ആണെങ്കിലും മലയാളികളുടെ ആണെങ്കിലും ഇടയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം ഇതിൽ പ്രമുഖ ചാനലുകളിലെ അവിടെ നിന്ന് അപ്രത്യക്ഷമായ പ്രമുഖ പ്രവർത്തകരെല്ലാം ഇവിടെയാണ് വരുന്നത്. അതോടൊപ്പം ഇതിനൊക്കെ പിന്നിൽ താങ്കളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അപ്പോൾ താങ്കളിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? അതായത് താങ്കൾ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോഴും അവിടെ വലിയ വിജയമുണ്ടാക്കി, എല്ലാ തരത്തിലും വിജയമുണ്ടാക്കിയിട്ടാണ് താങ്കൾ വരുന്നത്. അപ്പോൾ മറ്റുള്ള ചാനലുകാർ താങ്കളിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണ്? എന്നിൽ നിന്ന് പഠിക്കുക എന്നല്ല, പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പ്രൊഫഷണലായിട്ട് കാണാണ്ടിരിക്കുക, പ്രൊഫഷണൽസിനെ സുഹൃത്തുക്കളായിട്ട് ആക്കുക. നമുക്ക് എപ്പോഴും പറ്റുന്നതാണ് നമ്മുടെ സുഹൃത്തിനെ നമ്മുടെ സംരംഭം ഉണ്ടാക്കാൻ കൂടെ നിർത്തും. അവസാനം അദ്ദേഹത്തിന് ഒരു ഡ്രോബാക്ക് ഉണ്ടാവും, അത് നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പൊ അത് മാറ്റി നിർത്തി നമ്മൾ പ്രൊഫഷണൽസിനെ സുഹൃത്തുക്കളാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന പ്രൊഫഷണൽസ് ആയിരിക്കും. അതിൽ അമച്വർ നമ്മൾ മാത്രമേ ആവൂ. അപ്പൊ തന്നെ ആ സംരംഭം വിജയിക്കാനുള്ള ഒരു മെയിൻ റീസണായി. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിലപ്പെട്ട ഒരു ഇന്റർവ്യൂ തന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നാളെ കേരളത്തിൻ്റെ പല ഭാഗതയങ്ങളും നിർണ്ണയിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് താങ്കൾ എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മളെ മുന്നിലുള്ളത്. എന്തായാലും താങ്കൾക്കും താങ്കളുടെ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ നന്ദകുമാർ, ഇങ്ങനെ ഒരു അവസരം തന്നതും എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതും മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കിയതും താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം.